മമ്മൂട്ടി ഈ അടുത്തിടെ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പ്രചോദിപ്പിച്ച ഒരു നടനെ കുറിച്ച് പറയുകയുണ്ടായി. വേണ്ടത്ര പണവും പ്രശസ്തിയും വ്യത്യസ്തമായ ഒരുപാട് വേഷങ്ങൾ ചെയ്ത അനുഭവ സമ്പത്തും അംഗീകാരങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ 75-ാം വയസ്സിൽ അഭിനയത്തോടുള്ള ആഗ്രഹം എങ്ങനെ നിലനിർത്തുന്നു എന്ന ചോദ്യത്തിന് അത് നിലനിർത്താനായി പ്രത്യേകമൊന്നും ചെയ്യുന്നില്ലെന്നും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് മരണം വരെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. മനുഷ്യർ അങ്ങനെയാണത്രേ. എന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന അനുപമ ചോപ്രയോട് തിരിച്ച് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾക്ക് പണവും പ്രശസ്തിയും എല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും താങ്കൾ മനുഷ്യരെ ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. തുടർന്ന് മമ്മൂട്ടി തന്നെ പ്രചോദിപ്പിച്ച ഒരു പ്രമുഖ നടന്റെ ജീവിതത്തിലെ ഒരു മുഹൂർത്തം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവും അർപ്പണ മനോഭാവവും അവരെ പോലുള്ള വലിയ പ്രതിഭകളിൽ നിന്നും താൻ ഇൻസ്പയർ ചെയ്യുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടി സൂചിപ്പിച്ച ആ വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നടിപ്പിൻ അസുരൻ എന്ന് വിശേഷണമുള്ള MK രാധ എന്ന ഇതിഹാസ നടനെ കുറിച്ച്. നിമിഷങ്ങൾ കൊണ്ട് കഥാപാത്രമായി മാറാൻ കഴിവ് കിട്ടുന്ന ചില നടന്മാരുണ്ട്. സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുവരെയുള്ള എല്ലാ സ്വത്വവും വിട്ട് മറ്റൊരു മനുഷ്യനായി പകർന്നാട്ടം നടത്തുന്നു. മോഹൻലാലിനെ കുറിച്ച് പല പ്രമുഖ നടന്മാരും ഇത്തരത്തിൽ പറഞ്ഞു കാണാറുണ്ട്. ക്യാമറ ഓൺ ചെയ്താൽ ലാൽ മറ്റാരോ ആണെന്ന്. വളരെ ഗൗരവം നിറഞ്ഞ ഒരു കോംപ്ലിക്കേറ്റഡ് രംഗം ഷൂട്ട് ചെയ്യുന്നതിന് മുൻപും മോഹൻലാൽ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ കളി തമാശകൾ പറഞ്ഞ് പൊടുന്നനെ സ്വിച്ചിട്ട പോലെ ഭാവം മാറി കഥാപാത്രമായി മാറുന്നു. ഇത് പലരും മോഹൻലാലിനെ കുറിച്ച് പറയാറുള്ളതാണ്. ഇത്തരത്തിൽ അതിശയിപ്പിക്കുന്ന ക്യാമറയ്ക്ക് മുന്നിൽ സ്വയം മറന്ന് കഥാപാത്രമായി മാറുന്ന മറ്റൊരു നടനാണ് MR രാധ. MR രാധ എന്ന നടന്റെ അവസാന കാലഘട്ടങ്ങളിൽ ശാരീരികമായി വളരെ അവശനായിരുന്നിട്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ അദ്ദേഹം കാണിച്ചിരുന്ന ഊർജം പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന സമയത്തും സെറ്റിലെത്തിയാൽ അദ്ദേഹം മറ്റൊരു മനുഷ്യനായി മാറുമായിരുന്നു. പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹത്തെ മറ്റുള്ളവർ താങ്ങി പിടിച്ചാണ് നിർത്തിയിരുന്നത്. എന്നാൽ ക്യാമറ ഓണായി ആക്ഷൻ എന്ന് കേൾക്കുന്ന നിമിഷം അതുവരെ ഉണ്ടായിരുന്ന അവശതയെല്ലാം മറന്ന് അദ്ദേഹം കഥാപാത്രമായി മാറുന്നു. അതായത് ഒട്ടും വയ്യാതെ, പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു മനുഷ്യൻ ക്യാമറ ഓണാകുന്നതോടെ എന്തോ മാന്ത്രിക ശക്തി ലഭിച്ച പോലെ പൂർണ്ണ ആരോഗ്യവാനായി നടിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ശബ്ദവും ശരീരഭാഷയും പൂർണ്ണ രൂപത്തിൽ തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം പഴയതുപോലെ വീണ്ടും അവശനാവുകയും മറ്റുള്ളവരുടെ സഹായം തേടുകയും ചെയ്യുന്നു. സിനിമയെ ജീവശ്വാസമായി കാണുന്ന മമ്മൂട്ടിയെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു സംഭവം ഓർത്തെടുത്ത് പറയുന്നത് അത്ഭുതമൊന്നുമല്ല. ഇനി നമുക്ക് മമ്മൂട്ടി പ്രത്യേകം മെൻഷൻ ചെയ്ത ആ നടന വിസ്മയത്തെ അല്പം കൂടി വിശദമായി മനസ്സിലാക്കാം. MR രാധ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മദ്രാസ് രാജഗോപാലൻ രാധാകൃഷ്ണൻ തമിഴ് സിനിമയിലെയും നാടകരംഗത്തെയും പകരം വയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. ചെന്നൈയിൽ ജനിച്ച അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നാടകരംഗത്തേക്ക് ചുവടുവെച്ചു. അക്കാലത്തെ പ്രശസ്തമായ നാടക കമ്പനികളിൽ പ്രവർത്തിച്ചുകൊണ്ട് അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച അദ്ദേഹം തന്റെ പരുക്കൻ ശബ്ദം കൊണ്ടും വ്യത്യസ്തമായ ഭാവപ്രകടനങ്ങൾ കൊണ്ടും വളരെ വേഗം ശ്രദ്ധിക്കപ്പെട്ടു. വെള്ളിത്തിരയിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായതെങ്കിലും നായകനായും സ്വഭാവ നടനായും ഹാസ്യ നടനായും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1954 പുറത്തിറങ്ങിയ രക്തക്കണ്ണീർ എന്ന ചിത്രം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന്റെ മാനസിക സംഘർഷങ്ങൾ അങ്ങേയറ്റം തന്മയത്വത്തോടെ അവതരിപ്പിച്ച രാധയെ ഈ ചിത്രം തമിഴ് മണ്ണിലെ ഇതിഹാസ തുല്യനായ നടനാക്കി മാറ്റി. അഭിനയത്തിന് പുറമെ സാമൂഹിക പരിഷ്കർത്താവായ EV രാമസ്വാമിയുടെ ആശയങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായിരുന്നു. ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ തീവ്രമായ വക്താവായിരുന്ന രാധ തന്റെ നാടകങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളെയും ജാതി വ്യവസ്ഥയെയും വിശദമായി വിമർശിച്ചിരുന്നു. അദ്ദേഹം അവതരിപ്പിച്ച പല നാടകങ്ങളും അക്കാലത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോഴും തന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം മടിച്ചില്ല. അഭിനയ ശൈലിയിൽ പുലർത്തിയ വേറിട്ട രീതികൾ കാരണം നടിപ്പിൻ അസുരൻ എന്ന വിശേഷണവും അദ്ദേഹത്തിന് ലഭിച്ചു. ജീവിതത്തിൽ പലപ്പോഴും നിയമപ്രശ്നങ്ങളിലും വിവാദങ്ങളിലും അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രശസ്ത നടൻ MGRുമായി ബന്ധപ്പെട്ട വെടിവെപ്പ് കേസായിരുന്നു. ഈ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കരിയറിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. എന്നിരുന്നാലും തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ MR രാധ എന്ന പേര് ഒരു വിപ്ലവകരമായ അധ്യായമായി ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കളായ രാധിക ശരത് കുമാർ, രാധാരതി എന്നിവരും ദക്ഷിണേന്ത്യൻ സിനിമയിലെ മുൻനിര അഭിനേതാക്കളായി അദ്ദേഹത്തിന്റെ പാരമ്പര്യം തുടർന്നു പോരുന്നു. 1979 തന്റെ 72ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. MR രാധയെ പോലെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും മറന്ന് വേഷപ്പകർച്ച നടത്തുന്ന നടന്മാരുടെ കഥകൾ സിനിമാ ലോകത്ത് ഇനിയുമേറെയുണ്ട്.
അഭിനയത്തോടുള്ള അങ്ങേയറ്റത്തെ അർപ്പണബോധം തെളിയിക്കുന്ന സമാനമായ ചില സംഭവങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. തമിഴ് സിനിമയിലെ നടന വിസ്മയം ശിവാജി ഗണേശന്റെ അഭിനയ ജീവിതത്തിലെ അവസാന കാലഘട്ടം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. വാർദ്ധക്യ സഹജമായ അവശതകളും ശ്വാസതടസ്സവും അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്ന സമയമായിരുന്നു അത്. ഷൂട്ടിംഗ് സെറ്റിൽ വിശ്രമിക്കുമ്പോൾ ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം പലപ്പോഴും ശ്വാസം എടുത്തിരുന്നത്. എന്നാൽ ആക്ഷൻ എന്ന് കേൾക്കുന്ന നിമിഷം അദ്ദേഹം കയ്യിലുള്ള മാസ്ക് മാറ്റിവെക്കുകയും തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് ആ കഥാപാത്രമായി ഗർജിക്കുകയും ചെയ്യുമായിരുന്നു. ഷോട്ട് കഴിഞ്ഞ് കട്ട് എന്ന് പറയുന്ന നിമിഷം അദ്ദേഹം വീണ്ടും അവശനായി കസേരയിലേക്ക് വീഴുന്ന കാഴ്ച അക്കാലത്തെ സിനിമാ പ്രവർത്തകർ അത്ഭുതത്തോടെയാണ് വിവരിക്കാറുള്ളത്. മലയാളത്തിന്റെ പ്രിയ നടൻ തിലകനും തന്റെ പ്രൊഫഷനോട് ഇതേ രീതിയിലുള്ള ആവേശം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യൻ റുപ്പി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നടന്നൊരു സംഭവം ശ്രദ്ധേയമാണ്. കഠിനമായ പനിയും ശാരീരിക വേദനയും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഷൂട്ടിംഗ് മുടക്കാൻ തയ്യാറായില്ല. യൂണിറ്റിലുള്ളവർ വിശ്രമിക്കാൻ നിർബന്ധിച്ചെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ താൻ രോഗിയാണെന്ന കാര്യം അദ്ദേഹം പൂർണ്ണമായും മറക്കുമായിരുന്നു. തന്റെ സംഭാഷണങ്ങളിലെ കൃത്യതയോ ഭാവങ്ങളോ അസുഖം കാരണം ഒട്ടും കുറഞ്ഞു പോകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചന്റെ ജീവിതത്തിലും ഇത്തരമൊരു അധ്യായമുണ്ട്. കൂലി എന്ന സിനിമയുടെ സെറ്റിലുണ്ടായ അപകടത്തിന് ശേഷം അദ്ദേഹത്തിന് മൈസ്തീനിയ ഗ്രാവിസ് എന്ന മസിലുകളെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗാവസ്ഥയുണ്ടായിരുന്നു. ഈ രോഗം കാരണം എപ്പോഴും തളർച്ച അനുഭവപ്പെടുമെങ്കിലും ക്യാമറ ഓണായാൽ തന്റെ വേദനകളെയും പരിമിതികളെയും മറികടന്ന് അതിശയിപ്പിക്കുന്ന ഊർജത്തോടെ അദ്ദേഹം അഭിനയിക്കുമായിരുന്നു. ഇന്നും വാർദ്ധക്യത്തിന്റെ വെല്ലുവിളികൾക്കിടയിലും അദ്ദേഹം പുലർത്തുന്ന ഈ കൃത്യനിഷ്ഠയും ആവേശവും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. തമിഴ് നടൻ വിക്രമിന്റെ കാര്യമെടുത്താൽ ഐ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ശാരീരിക പരിവർത്തനങ്ങൾ ലോക പ്രശസ്തമാണ്. രോഗാവസ്ഥയിലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി അദ്ദേഹം സ്വന്തം ശരീരത്തിന്റെ ഭാരം വല്ലാതെ കുറച്ചിരുന്നു. ഈ പ്രക്രിയ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും വലിയ തോതിലുള്ള ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. എങ്കിലും സെറ്റിൽ മേക്കപ്പ് കഴിഞ്ഞിറങ്ങുന്ന നിമിഷം മുതൽ ആ കഥാപാത്രത്തിന്റെ ശരീരഭാഷയിലേക്ക് മാറാനും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഷോട്ട് പൂർത്തിയാക്കാനും അദ്ദേഹം കാണിച്ച മനക്കരുത്ത് അഭിനയത്തോടുള്ള തികഞ്ഞ സമർപ്പണത്തിന് തെളിവാണ്. തന്റെ അഭിനയ മികവിനാൽ വെള്ളിത്തിരയെ വിസ്മയിപ്പിച്ച എം.ആർ. രാധയെ പോലുള്ളവരുടെ ജീവിതം ഏതൊരു അഭിനയ മോഹിക്കും വലിയൊരു പാഠപുസ്തകമാണ്. തിരശീലയിൽ വിസ്മയങ്ങൾ തീർക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കലാകാരനും അദ്ദേഹത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് ആ അചഞ്ചലമായ ആത്മവിശ്വാസമാണ്. പ്രതിസന്ധികൾ എത്ര തന്നെയായാലും കലയോടുള്ള അഭിനിവേശവും സത്യസന്ധതയും കൈവിടാതിരുന്നാൽ ഏതൊരു സാധാരണക്കാരനും ചരിത്രത്തിന്റെ ഭാഗമാകാമെന്ന് എം.ആർ. രാധയെ പോലുള്ള പല മഹാരഥന്മാരുടെയും പേരുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.